ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന് പാകിസ്ഥാൻ സ്നേഹത്തിന്റെ കരങ്ങളാണ് നീട്ടുന്നത്. അതേ കരങ്ങൾ പിടിച്ച് അടിച്ചൊടിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. സംഭവം വേറൊന്നുമല്ല. പാകിസ്ഥാന് ഒരു കൊട്ട് കൊടുത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇത് കാരണം ഈ കൊട്ട് കാരണം പാകിസ്ഥാനിലെ പിരിമുറുക്കം വളരെയധികം വർദ്ധിച്ചു എന്നാണ്. പാകിസ്ഥാന്റെ പിരിമുറുക്കം വളരെയധികം വർദ്ധിച്ചു എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവം വേറൊന്നുമല്ല. അതിന്റെ സ്റ്റോറി ലൈൻ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ ട്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ താലിബാൻ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്നല്ലോ. അമേരിക്കൻ ട്രൂപ്പ് അവിടെ നിന്ന് പിൻവലിക്കുമ്പോഴാണല്ലോ അവിടെ താലിബാൻ കയറുന്നത്. അമേരിക്കൻ ട്രൂപ്പ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനി പൗരന്മാർ അമേരിക്കയ്ക്ക് വേണ്ടി അവിടെ സൈനിക സേവനം അനുഷ്ഠിച്ചിരുന്നു. താലിബാൻ അവിടെ അധികാരത്തിലേറ്റപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി സൈനിക സേവനം അനുഷ്ഠിച്ച ഈ പൗരന്മാരെല്ലാം കൂടെ ചാടി അപ്പുറം ഇപ്പുറം ഒക്കെ പോയി. നമ്മൾ കണ്ടതാണ് അവിടെ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുന്നത്. ഫ്ലൈറ്റിലൊക്കെ കയറി അവിടെ നിന്ന് കൊഴിഞ്ഞു വീഴുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ പൗരന്മാർ 25,000 to 30,000 പേര് പാകിസ്ഥാനിൽ വന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ അവർ വന്നപ്പോൾ ജോ ബൈഡൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അവരെ തൽക്കാലത്തേക്ക് അവിടെ പാർപ്പിക്കൂ. നമ്മുടെ സൈന്യത്തിന് വേണ്ടി അവർ സേവനമനുഷ്ഠിച്ച ധീര ജവാന്മാരില്ലേ, അവരെ അമേരിക്കൻ പൗരത്വം കൊടുത്ത് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തോളാം. ഇത് കേട്ട് പാകിസ്ഥാൻ ശരി എന്ന് പറയും. ജോ ബൈഡന്റെ പീരീഡ് കഴിഞ്ഞ് ട്രംപ് വരുന്നതിന് ഒരു 10 ദിവസം മുമ്പ് വരെ പാകിസ്ഥാൻ വളരെയധികം കർക്കശമായിട്ട് അമേരിക്കയുടെ കാല് പിടിച്ചു പറഞ്ഞു. കാല് പിടിക്കുന്നതിലാണ് കേട്ടോ കർക്കശം കാണിക്കുന്നത്. കാല് പിടിച്ചു പറഞ്ഞു, പ്ലീസ് അവർ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകൂ, ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം ഈ 30,000 പേര് ഇവിടെ കിടന്ന് വൻ അട്രോസിറ്റിയാണ്. ഈ തെഹ്രീക്കെ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നു, പാകിസ്ഥാനോട് ഒരു കൂറുമില്ല. ഇനി നാളെ ഈ 30,000-ത്തിൽ നിന്ന് ഇവർക്ക് 3 ലക്ഷം, അതിൽ നിന്ന് 30 ലക്ഷം ആവാൻ വലിയ സമയമൊന്നും വേണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇവരെ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ശരി, എങ്കിൽ 1,600 പേരെ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞൊരു കരാറുണ്ടാക്കി 1,600 പേരെ എടുക്കാനായിട്ട് ഇരുന്നു. അപ്പൊ കാണാം ട്രംപ് വന്നിട്ട് ഒരു ബോംബ്, 2 ബോംബ്, 3 ബോംബ് എന്ന് പറയുന്നത് പോലെ ജന്മാവകാശ പൗരത്വം എടുത്തു കളയുന്നു, ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇനി ട്രംപ് BJP കൂടെ വന്ന് ചേർന്ന എല്ലാം പൂർത്തിയായെന്നുള്ള രീതിയിലാണ് അയാളുടെ ഓരോരോ പ്രഖ്യാപനങ്ങൾ അവിടെ നടക്കുന്നത്. ആ പ്രഖ്യാപനത്തിന്റെ കൂട്ടത്തിൽ പാകിസ്ഥാനോട് പറഞ്ഞു, ഈ 1,600 പേരല്ല, ഒരൊറ്റ എണ്ണത്തിനെ പോലും ഇങ്ങോട്ടേക്ക് കയറ്റൂല, ഇവരെ നോക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി പാകിസ്ഥാൻ കുടുങ്ങി. പാകിസ്ഥാൻ ഇത് വമ്പനടിയായിപ്പോയി. എങ്ങനെ കാണുന്നു പാകിസ്ഥാന്റെ ഈ കഥയെ, ദയനീയ സാഹചര്യത്തിൽ? ഇല്ല, ഇതിനകത്ത് ഇന്ത്യയും ഭയക്കേണ്ടതായിട്ടുണ്ട്. ഈ അഫ്ഗാനിസ്ഥാനികളെ കൊണ്ടുപോകും. അതിന് ഒരു കാരണം, ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് ജമ്മു കാശ്മീരിൽ നടക്കുന്ന ടെറർ അറ്റാക്കിലൊക്കെ വിദേശ ഇന്ത്യയും ഭീകരരാണ്. ഭയക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ പറയുന്നത് കേട്ടാ. കാരണം അത് നമുക്ക് താഴെ കമന്റ് വരും. കാരണം അത് നമ്മളെ മോദിച്ച് നോക്കിക്കോളും, നീ വ്യാജ വാർത്തയൊന്നും പറയണ്ട, ഇന്ത്യക്ക് ഇവിടെ ഭയമൊന്നുമില്ല എന്ന് പറയും. അല്ല കാരണം നമ്മൾ ഈ സത്യങ്ങൾ പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. അല്ല, ഞാനത് വിശദീകരിച്ചു തരാം. അപ്പൊ കഴിഞ്ഞ കുറെ കാലമായിട്ട്, കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പായിരുന്നു നമ്മുടെ കരസേനാ മേധാവി പറഞ്ഞത്, ഈ ജമ്മു കാശ്മീരിലുള്ള അതിൽ 80%-ലേറെയും വിദേശ ഭീകരരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മുടെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മുടെ ഈ ജമ്മു കാശ്മീരിൽ നടക്കുന്ന ടെറർ അറ്റാക്കുകൾ കൂടുതലും വനമേഖലകളും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന അറ്റാക്കുകളാണ്. അപ്പൊ നമ്മുടെ സേന ഇവരെ, ഈ ഭീകരന്മാരെ കൊന്നു കഴിയുമ്പോൾ, ഇവരുടെ ആയുധങ്ങളും ഒക്കെ പിടിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ വെപ്പൺസ് എല്ലാം അമേരിക്കൻ ബുള്ളറ്റുകളും മറ്റുമാണ് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്, ഇവര് സാധാരണ ഭീകരരല്ല. ഈ വനമേഖലയിലും പർവ്വതങ്ങളിലും മറ്റുമൊക്കെ നന്നായി പരിശീലനം സിദ്ധിച്ച അഫ്ഗാനിസ്ഥാനിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന സൈനികരാണ്. ആ സൈനികരാണ് ഇവിടെ ഈ ടെററിസ്റ്റുകളായിട്ട് നമ്മുടെ ജമ്മു കാശ്മീരിൽ വന്ന് ഈ അറ്റാക്ക് നടത്തുന്നെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും അന്ന് നമ്മൾ വാർത്ത ചെയ്തിരുന്നു, ന്യൂസിനെ വാർത്ത ചെയ്തിരുന്നതാണ്. അപ്പോൾ അന്ന് സ്വാഭാവികമായി നമുക്ക് ഉയരുന്ന ചോദ്യം, എങ്ങനെയാണ് ഈ അഫ്ഗാനിസ്ഥാൻ പട്ടാളക്കാര് ഇന്ത്യയുടെ ജമ്മു കാശ്മീരിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ, ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തോടുകൂടി തന്നെ ഈ അമേരിക്ക ആയിരുന്നല്ലോ അവിടെ മുൻപുണ്ടായിരുന്നത്. അപ്പൊ അവരോടൊക്കെ ഒപ്പം ജോലി ചെയ്തിരുന്ന പട്ടാളക്കാരുണ്ട്, ഒരുപാട് പേര് പെരുവഴിയിലായി. അത് മാത്രമല്ല, അവിടുത്തെ മുൻപ് സൈന്യത്തിൽ വർക്ക് ചെയ്തവരെല്ലാം ഭയന്നുപോയി. കാരണം താലിബാൻ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ അവിടുത്തെ സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കുമെന്ന് ഭയന്നിട്ട് ഇവരെല്ലാം ചാടി പാകിസ്ഥാനിൽ വന്നു. പാകിസ്ഥാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, കാരണം ഇവരുടെ കയ്യിൽ ഓൾറെഡി ഈ അമേരിക്കയുടെ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ ഇവർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായിരുന്ന തോക്കും തിരകളും എല്ലാം ഉണ്ട്. അപ്പൊ പാകിസ്ഥാൻ നോക്കുമ്പോൾ അവർക്കൊരു ഷെൽട്ടർ വേണം, കാരണം താലിബാൻ കൊന്നുകളയും. അപ്പൊ പാകിസ്ഥാൻ ഇവരുടെ പറഞ്ഞു, കാരണം ഇവർക്ക് ജീവിക്കുകയും വേണം. അങ്ങനെയാണ് കുറച്ചുപേരെ ജമ്മു കാശ്മീരിലേക്ക് കടത്തിവിടുന്നത്. അതാണ് അതിനകത്ത് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന മുൻ സൈനികരെയാണ് കടത്തിവിട്ട് ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ വിരലെണ്ണാവുന്നവരെ ഉള്ളൂ എങ്കിൽ പോലും ടെറർ അറ്റാക്കുകൾ വരുന്നത് അവിടെ നിന്നാണ്. അല്ലാതെ തദ്ദേശീയരായിട്ടുള്ള ഒരൊറ്റ, അതായത് കാശ്മീരികളായിട്ടുള്ള ഒരൊറ്റ ഭീകരനും അതിലില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തന്നെ പോവാം, ഈ പാകിസ്ഥാന്റെ കാര്യം. ഇത് ഈ പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നതല്ല, ഒരു മാസം മുമ്പ്
എസ് ജയശങ്കറും അതിനു മുമ്പ് ശ്രീ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയും പറഞ്ഞ ഒരു വാക്കുണ്ട്. അതായത് വിതച്ചത് കൊയ്യുന്നു പാകിസ്ഥാൻ. അതായത് അവര് ഇതുവരെ എന്താണോ ചെയ്തത് അതവർക്ക് ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മുടെ ഈ ഹിന്ദുമതത്തിൽ പറഞ്ഞ കർമ്മ എന്ന് പറയുന്നത് പോലെ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് ഇതുപോലെ ഈ പട്ടാളക്കാരെ കൊണ്ടുവന്നു. അമേരിക്കയുടെ വാക്ക് കേട്ട് ആരൊക്കെ എന്തിനെങ്കിലും ചാടിയിട്ടുണ്ടോ അവരൊക്കെ കുഴിയിൽ വീണ ചരിത്രമാണ് ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഉള്ളത്. അത് അഫ്ഗാനിസ്ഥാൻ ആയാലും പാകിസ്ഥാൻ ആയാലും ഇറാഖ് ആയാലും ഏത് രാജ്യം. യുക്രൈൻ. അതിലൊരു ഒടുവിലത്തെ ഉദാഹരണമാണ് യുക്രൈൻ. ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഇവരെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ 30,000 പേരുടെ അധികമായ ബാധ്യത പാകിസ്ഥാന്റെ തലയിൽ വരും. ബാധ്യത എന്നുള്ളതല്ല, ഈ 30,000 പേര് മുൻ സൈനികരാണ്. ഈ മുൻ സൈനികർ ഇപ്പോൾ തെഹരിക്ക താലിബാന്റെ കൂടെയും, അതായത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന താലിബാന്റെ ബ്രാഞ്ചാണ് തെഹരിക്ക താലിബാൻ. ഒപ്പം തന്നെ ഇമ്രാൻഖാന്റെ പാർട്ടിയിലും ഒക്കെ നുഴഞ്ഞു കയറിയിട്ട് അവിടെ നിന്ന് ഇവര് പാക് സർക്കാരുകൾക്കെതിരെയും ഭരണകൂടത്തിനെതിരെയും ഒക്കെ പോരാടുകയാണ്. ബലൂചിസ്ഥാൻ മേഖലയിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരം നേരത്തെ തന്നെ വന്നിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് വേറെ പണിയില്ല, ജീവിക്കേണ്ട മുമ്പോട്ട്. അപ്പൊ പാകിസ്ഥാനിൽ പെട്ടുപോയി തിരിച്ച് താലിബാനും അഫ്ഗാനിസ്ഥാനിൽ ചെല്ലാനും കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെയുണ്ട്. അതിനിടയിലാണ് താലിബാൻ ഈ പാകിസ്ഥാന്റെ അതിർത്തിയിൽ വലിയ ആക്രമണം നടത്തുന്നതും പാകിസ്ഥാനെതിരെ വലിയ പോർവിളി മുഴക്കുന്നു. അവിടെയും പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. ഈ പട്ടാളക്കാരെ ഒരുപക്ഷെ താലിബാൻ യൂസ് ചെയ്തേക്കാം. കാരണം ഈ അവിടെയുള്ള ഈ 30,000 പേർ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ ഒരു ഗതിയും പരഗതിയും ഇല്ല. അവരവിടുന്ന് വന്നും പോയി തിരിച്ചു പോകാനും പറ്റുന്ന ജീവിക്കുകയും വേണം. അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖല ഈ ടെററിസം തന്നെയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ പാകിസ്ഥാൻ അല്ലാതെ തന്നെ പാകിസ്ഥാൻ വലിയ ടെൻഷനിലാണ്. കാരണം ബലൂചിസ്ഥാൻ ഇഷ്യൂസ് ഉണ്ട്, സിന്ധു മേഖല ഇഷ്യൂസ് ഉണ്ട്, പഞ്ചാബ് പ്രവിശ്യകളിലെ ഇഷ്യൂസ് ഉണ്ട്, ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ അതുകൊണ്ട്. ഇത് കൂടാതെ അനവധി ചെറു പാർട്ടികളും സംഘടനകളും വേറെ. ഇനി സൈന്യം ഏത് നിമിഷമാണോ ഭരണം പിടിക്കുന്നതെന്ന് അറിയില്ല. അവിടുത്തെ ഓൺലൈൻസിൽ യൂട്യൂബിലും ബ്ലോഗർമാർക്കും ഒക്കെ അവിടെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആകപ്പാടെ കലങ്ങി മറിഞ്ഞ് നിൽക്കുന്നിടത്താണ് ഈ കൂനുമ്മ കുരുവെന്ന് പറഞ്ഞതുപോലെ പണ്ട് അമേരിക്കക്കാര് ഇവരെ സൂക്ഷിച്ചു ഞങ്ങൾ കൊണ്ടുപോക്കളാം എന്ന് പറഞ്ഞ ഈ 30,000 പേര് കൂടി ഈ പാകിസ്ഥാൻ തലയ്ക്കാകും. ഈ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ ജർമ്മനി പെട്ടുപോയൊരു കഥ കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ അമേരിക്കൻ സേന പിന്മാറുമ്പോൾ അവരുടെ ഏറ്റവും അടുത്ത കുറച്ച് പേരെ കൂടെ കൊണ്ടുപോയിരുന്നു, സൈനിക മേധാവികളെയും ഒക്കെ. പട്ടാളക്കാരെ അല്ല, പട്ടാളക്കാരനൊക്കെ ഇവർ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ശരി, ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് ആയി കഴിഞ്ഞ ഉടനെ നിങ്ങളെ കൊണ്ടുപോകും, അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് മാറി നിൽക്കുക എന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ മാറി നിന്നവരാണ് ഈ 30,000 പേര്. അല്ലാതെ ഇവർ കുറച്ചുപേരെ കൊണ്ടുപോയി. അപ്പോ ഒരു വലിയ വാർത്ത വന്നിരുന്നു, ഈ ഗർഭിണികളും സ്ത്രീകളും അടങ്ങുന്ന പെരുവഴിയിലാക്കി പോയത്. അപ്പോഴത്തേനും വലിയ രീതിയിൽ ജനം ഇരച്ചു കയറുകയാണ് ഈ എയർപോർട്ടിലും ഒക്കെ. അപ്പോ ശരി, അമേരിക്കയല്ലേ, അവരുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവം അനുസരിച്ച് മാനുഷിക പരിഗണന ഉണർന്നു അമേരിക്കയുടെ. ശരി, ഗർഭിണികളും കാര്യങ്ങളും ഒക്കെ പോരട്ടെ എന്ന് പറഞ്ഞു. കാരണം കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഇവർ ജർമ്മനി ലാൻഡ് ചെയ്തു. ജർമ്മനി ലാൻഡ് ചെയ്തിട്ട് പറഞ്ഞു, ഇവരെ ഒരു 15 ദിവസത്തേക്ക് നിങ്ങൾ ഇവിടെ പാർപ്പിക്കണം, ഈ സ്ത്രീകളും ഒക്കെ അടങ്ങുന്ന വലിയ സംഘം. അപ്പൊ അവർക്ക് ജർമ്മനിയിൽ എയർപോർട്ട് അല്ല, ജർമ്മനിയിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു റൺവേ ഉണ്ട്, ഒരു എയർപോർട്ട് ഉണ്ട്. അവിടെ ടെന്റുകൾ അടിച്ചിട്ട് ഇവരെ പാർപ്പിക്കണം. 15 ദിവസം മതി, ഏറിപ്പോയാൽ ഒരു 1.5 മാസം. അപ്പോഴത്തേനും ഞങ്ങൾ അമേരിക്കയിൽ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി ഇട്ട് ഇവരെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ജർമ്മനി കേട്ടു. ജർമ്മനി സഖ്യകക്ഷിയാണ്, കേട്ടു, ഇവരെ പാർപ്പിച്ചു. പിന്നെ സംഭവിച്ചത് അമേരിക്ക പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. 3-ാമത്തെ മാസമായപ്പോൾ ഇവിടെ എത്തിയ സ്ത്രീകളെല്ലാം ഗർഭിണികളാണ്. ഗർഭിണികളായി കഴിഞ്ഞാൽ ജർമ്മനിയുടെ നിയമം അനുസരിച്ച് ഗർഭിണികളെ നടതള്ളാൻ പറ്റില്ല, അതായത് എങ്ങോട്ടെങ്കിലും കയറ്റി വിടാൻ പറ്റില്ല, ഒപ്പം തന്നെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. അവർക്ക് എല്ലാവിധ സുരക്ഷ നൽകണം, അവരുടെ ഈ കുട്ടിയുടെ ട്രീറ്റ്മെന്റുകൾ നൽകണം, ഈ ഗർഭിണിയുടെ ട്രീറ്റ്മെന്റ് നൽകണം. അങ്ങനെ ആയി പെട്ടുപോയി. ഈ ഇത്രയും പേരും പെറ്റുകൂട്ടി ആ എയർപോർട്ടിൽ അവരുടെ തലയ്ക്ക് കൊണ്ട് അമേരിക്ക അത് വെച്ചു കൊടുക്കും. ഇന്നും അവരെ കൊണ്ടുപോകുന്ന ഇനി അത് പ്രതീക്ഷിക്കാൻ വേണ്ട, കാരണം ട്രംപ് വന്ന സ്ഥിതിക്ക് ഇനി അവരുടെ കാര്യം പോക്കാണ്, ഇനി അവരെ എടുക്കത്തൊന്നുമില്ല. അങ്ങനെ ഈ അമേരിക്ക പലയിടത്തും കൊണ്ടുവന്നു. അതായത് അവരല്ല എങ്ങും കൊണ്ടുപോകുന്നത്, അവർ പലയിടത്തു നിന്നും കൊണ്ടുപോയി അവരുടെ സഖ്യകക്ഷി രാഷ്ട്രങ്ങൾക്കൊക്കെ ഇതേപോലെ കൊണ്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരെ. നിങ്ങളൊരു 5 ദിവസം നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ, ഈ നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര പോകണം, നമ്മുടെ വീട്ടിലെ മൃഗങ്ങളൊക്കെ അടുത്ത വീട്ടിലേപ്പിക്കും, ഒരു 2 ദിവസത്തേക്ക് നോക്കിക്കോണേ, ഞങ്ങൾ ഇപ്പൊ വരാം എന്ന് പറയും. പറയുന്നത് ഈ ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഓരോ രാജ്യങ്ങളിൽ പറയും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഒരു 10-15 ദിവസത്തിൽ ഞങ്ങൾ വരും, കൊണ്ടുപോകും എന്ന് പറയും. പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല, ഇത് അവരുടെ തലയിലാവും. പാകിസ്ഥാൻ അങ്ങനെ പെട്ടു, ജർമ്മനി പെട്ടു. അങ്ങനെ സ്ഥിരം ആയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോ ഡൊണാൾഡ് ട്രംപോട് വന്ന സാഹചര്യത്തിൽ ഇനി പുതിയതായിട്ട് അവർ ആരെയും എടുക്കില്ല. ഇത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത, അതായത് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് കണ്ടത് മെക്സിക്കോയിൽ സൈന്യം പണി തുടങ്ങി എന്നുള്ളതാണ്. ഓടിച്ചിട്ട് പിടിക്കുകയാണ് ഇപ്പൊ ഈ കുടിയേറ്റക്കാരെയൊക്കെ.
ഞാൻ ട്രംപ് ഉം. പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മുഖത്ത് ടാറ്റു അടിച്ച് മറച്ചാലും പൊക്കും എന്നാണ് ഉം. പറഞ്ഞിരിക്കുന്നത്. അതായത് മുഖം നിങ്ങൾ വേറെ പ്ലാസ്റ്റിക് സർജറി ചെയ്താലും മനസ്സിലായി. കുടിയേറ്റക്കാരനെ പൊക്കിയിരിക്കും എന്നാ പറയാം. അപ്പൊ അത്രയും കർശനമായിട്ട് അവിടെ സൈന്യം ഇപ്പോൾ ഈ കുടിയേറ്റക്കാരെ തടഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മെക്സിക്കൻ ബോർഡറൊക്കെ അവർ ഉം. ടൈറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ കുടിയേറ്റക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഇനി പുതിയതായിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഇല്ലെങ്കിൽ ഈ ജർമ്മനി അവർ ഓക്കെ. സൂക്ഷിക്കാൻ കൊടുത്തവരെ ഒന്നും ഇനി അവർ കൊണ്ടുപോയില്ല. ഇതുമൂലം പെട്ടുപോകുന്ന കുറെ പേര് പാകിസ്ഥാനികളുമാണ്. കാരണം അവിടെ ഈ മുൻ ഭരണാധികാരികളുടെ പിന്തുടർച്ചയിലുള്ള അല്ലെ പിന്തുടർന്ന് വന്ന കുറെ പൊളിറ്റിക്കൽ ലീഡർ രാഷ്ട്രീയ അഭയം തേടാനിരുന്ന ഒരു ഉം. സ്ഥലമായിരുന്നു അമേരിക്കയില്. പക്ഷെ ബൈഡൻ എന്തുകൊണ്ടോ അത് നീട്ടിക്കൊണ്ടുപോയി. പക്ഷെ ഇനി എന്തായാലും അവരുടെ കാര്യവും പോക്കാണ്. അവർക്ക് ഇനി പുതിയ രാജ്യങ്ങൾ തേടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഓക്കെ. എന്തായാലും താലിബാൻ താലിബാനെ പേടിച്ച് പാകിസ്ഥാനിലെത്തിയവർ ഇപ്പൊ പാകിസ്ഥാൻ കീഴടക്കുമോ എന്ന ഭയമാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളത്. ട്രംപ് വലിയൊരു പണി തന്നെയാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ കരങ്ങളാണ് പാകിസ്ഥാൻ അങ്ങോട്ട് നീട്ടിയത്, സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും കരങ്ങൾ. ആ കരങ്ങളിലേക്ക് ട്രംപ് വെച്ചു കൊടുത്തത് ഈ ഒരു സംഭവമാണെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ട്രംപ് വരുന്നതിന് മുമ്പേ തന്നെ പാകിസ്ഥാൻ ഉപരോധങ്ങളിൽ ഏർപ്പെടുത്തിയായിരുന്നു പാകിസ്ഥാനെ. ആണവ കരാറുകളുടെ ആണവ ഫോർമുലകൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിമുടി പാകിസ്ഥാന് പല ഭാഗത്തു നിന്നും അടിയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിർത്തില്ല. വരും ദിവസങ്ങളിൽ അറിയാം പാകിസ്ഥാന് എന്ത് സംഭവിക്കും എന്നുള്ളത്. താങ്ക് യു ബിജന. താങ്ക് യു സോ മച്ച്.